നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലെ വികാരി അച്ഛൻ വിളയിലച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ജനമനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാനുള്ള അത്രയൊരു ജ്ഞാനവും ഒരു ദർശനപരമൊന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, കത്തീഡ്രലിലെ മദ്ബഹയേക്കാൾ ഇത് കേമമാണല്ലോ എന്ന ഒരു വിചാരം അച്ഛൻ്റെ മനസ്സിൽ കാണാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മനോഹരമായി നമ്മുടെ ഈ മദ്ബഹ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ മലങ്കര സഭയുടെ ആരാധനാ പൈതൃകത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ഭാഗം കൂടിയാണിത്. പരിശുദ്ധ മദ്ബഹ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. സ്വർഗം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഒരു ആർട്ട് വർക്ക് കൊണ്ട് ചിത്രീകരിക്കാൻ ആവില്ല. ഓരോ ദേവാലയത്തിലും നമ്മൾ പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർ ഓരോ ഇടവകയുടെ വികാരിമാരാണ്. ബസിലിക്ക മുതൽ ഇങ്ങോട്ട് ഇരിക്കുന്ന അച്ഛന്മാർ ഓരോ പള്ളിയുടെ വികാരി. ഓരോ മദ്ബഹായി ചെല്ലുമ്പോൾ നമുക്ക് ഓരോ പ്രത്യേകത അനുഭവപ്പെടും. സ്വർഗത്തെ ചിത്രീകരിക്കാൻ കൂടുതൽ കൂടുതൽ ഭാവനയും ദൈവ വചനപ്രകാരമുള്ള നമ്മുടെ സഭയുടെ ആരാധനാ പൈതൃകത്തിൽ നിന്നുള്ള ചില അടയാളങ്ങളൊക്കെ രൂപപ്പെടുത്തിയാണ് വച്ചിരിക്കുക. പരിശുദ്ധ മദ്ബഹായുടെ പ്രത്യേകത, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവാണ് സ്വർഗത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. ബാക്കി വിശുദ്ധരെല്ലാം സ്വർഗത്തോട് ഉള്ള പ്രവേശന കവാടത്തിൽ നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നവരാണ്. സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ ഇരിക്കുന്ന, ഞായറാഴ്ച ഇപ്പം കുർബാന ഇല്ലയോ? ഉണ്ട്. കുർബാനയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. കൃത്യമായി അത് നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരടയാളമാണ്. അപ്പം നമ്മുടെ സഭയുടെ ആരാധന പൈതൃകത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവം അത് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഓരോ മദ്ബഹായും ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കുക. ജോസച്ചൻ എന്നോട് വന്ന് പറഞ്ഞ് നമുക്ക് തമലത്തെ മദ്ബഹ ഒന്ന് പുതുക്കി പണിയണം. ഞാൻ പറഞ്ഞു അവിടുത്തെ മദ്ബഹ വലിയ മദ്ബഹയൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ജോസച്ചനെ ഈ പാളയം ബസിലിക്കയിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള ഈ പള്ളികളിലെ മദ്ബഹയൊക്കെ മിക്കവാറും ആഴ്ച ഒരിക്കൽ കാണുന്നുണ്ട്. അപ്പോൾ തമലത്തേത് കൂടി ആ ഒരു ലെവലിലേക്ക് ഉയർത്തണം എന്നുള്ള ഒരാഗ്രഹം, നിങ്ങളോടുള്ളൊരാഗ്രഹമൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പണിത് കൂദാശ ചെയ്ത് സമർപ്പിച്ച ദേവാലയം ആയതിനാൽ ഇതിൻ്റെ കൂദാശയ്ക്ക് മാത്രമേ എന്നോട് സംസാരിക്കാവൂ, കൂദാശയുടെ കാര്യം മാത്രമേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞു. അച്ഛൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വാക്ക് പാലിച്ച ഒരച്ഛനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മറ്റൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. മദ്ബഹ അതിമനോഹരമായിരിക്കുന്നു. ആർട്ട് വർക്ക് കാണാൻ വേണ്ടി ഞായറാഴ്ച രാവിലെ കുളിച്ചെഴുന്നേറ്റ് പള്ളിയിൽ ഇവിടെ വരരുത്. ഇവിടെ വന്നു നിന്ന് മുട്ടുകൾ മടക്കേണ്ട സമയത്ത് മുട്ടുകൾ മടക്കി, കൈകൂപ്പേണ്ട സമയത്ത് കൈകൂപ്പി, കൈവിരിക്കേണ്ട സമയത്ത് കൈ വിരിച്ച്, കണ്ണിൻ്റെ നനവോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നത്, ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അവിടുന്ന് തരും. അതിനുള്ള വലിയ ഒരു പാഠമാണ് മദ്ബഹ.